Students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ടോപ്പിക് ആണ് ഇവല്യൂഷൻ ഓഫ് ഗ്ലോബൽ OM. ഗ്ലോബൽ OMന്റെ ഇവല്യൂഷൻ, അതിന്റെ തുടക്കകാലം മുതൽ ഇതുവരെയുള്ള ആ ഒരു കാലഘട്ടത്തിനെ പരിചയപ്പെടുത്തലാണ് ഇവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തന്നെയാണ്. അപ്പോൾ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നത്, കാരണം ഒരു ഇന്ന് നമ്മൾ കാണുന്ന ഓരോ ഗുഡ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ ആ ഇമ്പാക്റ്റ് അറിയാൻ പറ്റിയത് ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1770 ഇതിൽ സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഡെവലപ്മെന്റ് ഓഫ് എ നമ്പർ ഓഫ് ഇൻവെൻഷൻസ്, ഏറ്റവും കൂടുതൽ മെഷീൻ പവർ, അതായത് ആളുകൾ ജോലി ചെയ്തതിന് പകരം അത് മാറിയിട്ട് പകരം മെഷീൻസ് യൂസ് ചെയ്യാൻ തുടങ്ങിയത് ആ ഒരു കാലഘട്ടത്തിലായിരുന്നു. ആ സമയത്താണ് നമ്മൾ സ്റ്റീം എഞ്ചിനും അതേപോലെ തന്നെ സ്റ്റീം എഞ്ചിനിലൂടെ നമുക്ക് പുതിയ സോഴ്സ് ഓഫ് പവർ നമുക്കറിയാൻ പറ്റി. പിന്നെ മെഷീൻ മേക്കിംഗ് പ്ലാന്റ്സ്, അതർ ഫെസിലിറ്റീസ് ഒക്കെ അതിൽ കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആണ്. അതിൽ തന്നെ അവർ വന്നൊരു കൺസെപ്റ്റാണ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്. ആഡം സ്മിത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അതായത് ഡിവിഷൻ ഓഫ് ലേബറിൽ പ്രധാനമായിട്ട് പറയുന്നത് ഗുഡ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബ്രോക്കൺ ഡൗൺ ഇൻ ടു സീരീസ് ഓഫ് സ്മോൾ എലമെന്റൽ ടാസ്ക് ഈച്ച് വിച്ച് ഈസ് പെർഫോംഡ് ബൈ ഡിഫറെൻറ്റ് വർക്കർ. ഒരു ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്തുമ്പം അതിൻ്റെ വിവിധ പ്രോസസ്സുകൾ പല പല ആളുകളായിരിക്കും അതിൽ വർക്ക് ചെയ്യുന്നുണ്ടാവുക ഓരോ പ്രോസസ്സിലും, അല്ലാണ്ട് ഒരാളല്ല ത്രൂ ഔട്ട് ഉണ്ടായിരിക്കാം. അപ്പോൾ ആ റിപ്പീറ്റേഷൻ ഓഫ് അങ്ങനെ ടാസ്ക് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താവും, ആ ഒരു വർക്കർ ആ ഒരു വർക്ക് തന്നെ ചെയ്ത് അതിൽ സ്പെഷ്യലൈസ്ഡ് ആയി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹയർ വോളിയൂംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ അഡ്വാൻസ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഡിസ്റ്റൻസ് മാർക്കറ്റ് റീച്ച്ഡ് ബൈ സ്റ്റീം പവേർഡ് ബോട്ടും റെയിൽ റോഡൊക്കെ യൂസ് ചെയ്തിട്ട് അന്ന് സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആണ്. രണ്ടാമത്തെയാണ്, ഇതെല്ലാം നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്, സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് വരുന്നത്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് നമുക്കറിയാം FW ടൈലർ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഫാദർ എന്നറിയപ്പെടുന്നുണ്ട്. അവിടെ നമുക്ക് പ്രധാനമായിട്ടും അവിടെ വർക്കർ പ്രൊഡക്ടിവിറ്റിയും ഓർഗനൈസേഷൻ്റെ ഔട്ട്പുട്ടും ആണ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തതെന്നുള്ളതാണ് പറയുന്നത്. അതിൽ പ്രധാനമായിട്ട് വരുന്ന രണ്ട് ഫീച്ചേഴ്സ് ആണ്. ഒന്ന്, ദാറ്റ് വർക്കേഴ്സ് ആർ മോട്ടിവേറ്റഡ് ഓൺലി ബൈ മണി ആൻഡ് ആർ ലിമിറ്റഡ് ഓൺലി ബൈ ദെയർ ഫിസിക്കൽ എബിലിറ്റി എന്ന് കണ്ടുപിടിച്ചത്. കാരണം ഓരോ വർക്കേഴ്സും മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് അവർക്ക് ധാരാളം പണം കിട്ടുമെങ്കിൽ അവർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു, ആൻഡ് അവരുടെ ഫിസിക്കൽ എബിലിറ്റിയാണ് അവർ കണ്ട ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വർക്കർ പ്രൊഡക്ടിവിറ്റി ഗവേൺ ചെയ്യുന്നത് സയൻറ്റിഫിക് ലോൻ്റെ ബേസിസിലാണ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് മെഷർ ചെയ്യുക, അനലൈസ് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക. വർക്കേഴ്സിന് നല്ല രീതിയിൽ പേയ്മെൻറ്റ് കൊടുക്കണം. കാരണം അവരെത്രയാണോ പ്രൊഡ്യൂസ് ചെയ്തത് അതിനനുസരിച്ച് അതിൻ്റെ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ ഒരു സെക്കൻഡ് ഫീച്ചറായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ സെപ്പറേഷൻ ഓഫ് പ്ലാനിങ് ആൻഡ് ഡൂയിങ് ഫംഗ്ഷനാണ്. ഒരു കമ്പനിയിൽ പ്ലാൻ ചെയ്യുന്നത് ഒരു വിഭാഗം ആളുകൾ, അത് വർക്ക് ചെയ്യേണ്ടത് വേറൊരു വിഭാഗത്തിലുള്ള ആളുകളാണ്. അതിനാണ് ആ സെപ്പറേഷൻ എന്ന് പറയുന്നത്. കാരണം അവിടെ പ്രൊഡക്റ്റീവായിട്ടുള്ള സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നതിൽ റെസ്പോൺസിബിൾ ആവേണ്ടത് എപ്പോഴും മാനേജ്മെൻറ്റ് തന്നെയാണ്. ആൻഡ് ആക്സെപ്റ്റബിൾ വർക്കർ ഔട്ട്പുട്ട്, അതിലൂടെ എന്താണോ ഒരു വർക്കർ ഉണ്ടാക്കി തരുന്നത്, മീൻസ് ഔട്ട്പുട്ട് എടുക്കുന്നത്, അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നതാണ് മൂന്നാമത്തതാണ് നമ്മുടെ ഹ്യൂമൻ റിലേഷൻ മൂവ്മെൻറ്റ്. നമ്മുടെ ഫസ്റ്റ് സെമ്മ് മുതൽ പഠിക്കാൻ തുടങ്ങുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നു, സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് സ്റ്റഡി വന്നു, പിന്നെ ഹ്യൂമൻ റിലേഷൻ എൽട്ടൺ മേയോൻ്റെ പ്രധാനമായിട്ട് വരുന്ന സ്റ്റഡീസാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹ്യൂമൻ റിലേഷൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ ആ ഒരു എന്താണ് ഹാവത്തോൺ സ്റ്റഡീസിനെ കുറിച്ചാണ് ഇവിടെ ഫേമസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സോഷ്യോളജിസ്റ്റും സൈക്കോളജിസ്റ്റും ഒക്കെ ഹാവത്തോണിൽ സ്റ്റഡി ചെയ്യാൻ വേണ്ടി കണ്ടെത്തിയ കാര്യങ്ങളാണ് അവിടെ ഹ്യൂമൻ റിലേഷൻ മൂവ്മെൻ്റ് ആയിട്ട് മാറിയത്. അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും ട്രമൻഡസ് ആയിട്ടുള്ള ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. പുതിയ പുതിയ ഫിലോസഫികൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഹാത്തോൺ സ്റ്റഡീസിലൂടെ നമുക്ക് അറിയാൻ പറ്റിയത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിലൂടെ ഒരുപാട് ജോബ്സ് വളരെയധികം റിപ്പിറ്റേറ്റീവായി മാറുന്നുണ്ട്, ബോറിംഗ് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ജോബ് എൻലാർജ്മെൻറ്റ് എന്നുള്ള അപ്രോച്ചും ഒക്കെ അവിടെ വന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നാലാമത്തത് മാനേജ്മെൻറ്റ് സയൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നു, രണ്ടാമത് സയൻറ്റിഫിക്, മൂന്നാമത്തെ ഹ്യൂമൻ റിലേഷൻ, നാലാമത്തെ മാനേജ്മെൻറ്റ് സയൻസ് ആണ്. കാരണം ഇങ്ങനെ ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നടക്കുമ്പോൾ ഡിസൈൻ ആൻഡ് അനദർ ഓൺ ദ ഹ്യൂമൻ ആസ്പെക്റ്റ് ആണ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൽ. അപ്പോൾ അതിനെയാണ് ആ മൂവ്മെൻറ്റ് കോൾഡ് മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ യൂണീക്കായിട്ടൊരു കോൺട്രിബ്യൂഷൻ അവിടെ വരികയാണ്. മാനേജ്മെൻറ്റ് സയൻസ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഡെവലപ്പിംഗ് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ടെക്നിക്സ്, അതിലാണ് അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. മാനേജ്മെൻറ്റ് സയൻസ് ഫോക്കസ് ചെയ്യുന്നത് കാരണം ഒരുപാട് ഓപ്പറേഷൻ പ്രോബ്ലംസ് ഉണ്ടാവും, അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്.
പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തെ കമ്പ്യൂട്ടർ, അഞ്ചാമത്തെ പോയിന്റ് ആയിട്ട് കമ്പ്യൂട്ടർ ഏജ് ആണ്. പിന്നെ കമ്പ്യൂട്ടർ യുഗം അവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. കൂടുതൽ ക്വാണ്ടിറ്റീവായ മോഡൽസ് ഒക്കെ അവിടെ ഡെവലപ്പ് ചെയ്ത് മാനേജ്മെന്റ് സയൻസ് വഴി ഡെവലപ്പ് ചെയ്തതെല്ലാം ലാർജ് സ്കെയിലിൽ നമുക്ക് ഇതിലൂടെ യൂസ് ചെയ്യാൻ പറ്റും. ഡാറ്റ പ്രോസസ്സിംഗ് വളരെ ഈസി ആയി മാറി. ഇമ്പോർട്ടൻറ്റ് ഇഫക്റ്റ് ഫോർകാസ്റ്റിങ്ങിലും ഷെഡ്യൂൾ ചെയ്യാനും ഇൻവെന്ററി മാനേജ്മെന്റ് ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റി. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് മെറ്റീരിയൽ റിക്വയർമെന്റ് പ്ലാനിങ് MRP സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പറ്റിയത് ഈ ഒരു കമ്പ്യൂട്ടർ ഏജിലാണ്. അതിന്റെ പ്ലാനിങ് കൃത്യമായി നടക്കുക, അതിന്റെ പ്രോസസ്സ്, ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ ആയിരിക്കും ഇതിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിൽ ഓരോ സമയത്ത് നമ്മൾ ഇൻപുട്ടായി കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ അതെല്ലാം കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത് തൗസൻഡ്സ് ഓഫ് ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഇത് മാറി എന്നുള്ളതാണ് പറയുന്നത്. ആറാമത്തെയാണ് ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ജാപ്പനീസ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഡിസൈൻ ചെയ്ത് ഹൈ അച്ചീവ് വോളിയം പ്രൊഡക്ഷൻ യൂസിങ് മിനിമൽ എമൗണ്ട് ഓഫ് ഇൻവെന്ററി. നമ്മുടെ കയ്യിൽ ഇൻവെന്ററി വളരെ കുറച്ചായിരിക്കും ഉണ്ടായിരിക്കുക, പക്ഷെ അത് വെച്ച് നമുക്ക് ഒരുപാട് വോളിയം ഓഫ് പ്രൊഡക്ഷൻ അവിടെ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത്. ഇതിങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ നല്ലൊരു കോർഡിനേഷൻ വേണം. കൃത്യമായിട്ട് മെറ്റീരിയൽസിന്റെ ഫ്ലോ നമുക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റണം. വേണ്ട സമയത്ത് വേണ്ട പാർട്ടുകൾ വേണ്ട ക്വാണ്ടിറ്റിയിൽ നമുക്ക് അവൈലബിൾ ആവുക എന്നുള്ളതാണ്. അതായത് ജസ്റ്റ് ഇൻ ടൈം. എപ്പോഴാണോ ഒരു കാര്യം ആവശ്യം വരുന്നത് അന്നേരം അത് നമുക്ക് അവൈലബിൾ ആവുക, വേണ്ട ക്വാണ്ടിറ്റിയിൽ വേണ്ട ക്വാളിറ്റിയിലും വേണ്ട അത്രയും അളവിൽ സാധനങ്ങൾ ലഭ്യമാവുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ കൃത്യമായിട്ട് ഗുഡ്സിനെ മൂവ്മെന്റിനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നതാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സ് ഡിമാൻഡ് ഇങ്ങനെ എപ്പോഴും ഹയർ ക്വാളിറ്റി ആയിരിക്കും, കൂടുതലായിട്ട് സർവീസും പ്രൊഡക്റ്റ് ഒക്കെ വേണം. അപ്പോൾ കമ്പനീസ് ഒക്കെ കൂടുതൽ ക്വാളിറ്റിയിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി, കാരണം കോമ്പറ്റീഷൻ കൂടി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ പ്രധാനമായിട്ടും ക്വാളിറ്റി ഗുരു സച്ച് ആസ് W. Edwards Deming that aggressively seeks to improve product quality by eliminating causes of product defect. പരമാവധി ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഡിഫക്റ്റുകളെ കുറച്ചുകൊണ്ട് എന്നാൽ അതേസമയം ക്വാളിറ്റീനെ മാക്സിമം ഇംപ്രൂവ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റിൽ വരുന്നത്. പിന്നെ വരുന്നത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ ഗുഡ്സിന്റെ ഫ്ലോനെയാണ്, ഫ്ലോ ഓഫ് മെറ്റീരിയൽസ്, ഇൻഫർമേഷൻ ഫ്രം സപ്ലയർ ടു ബയർ ഓഫ് റോ മെറ്റീരിയൽ ഓൾ ദ വേ ടു ദ ഫൈനൽ കസ്റ്റമർ. അതായത് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ വരുന്നതാണ് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. മെറ്റീരിയൽ നമുക്ക് എവിടുന്നാണോ കിട്ടുന്നത് അത് മുതൽ അൾട്ടിമേറ്റ് കസ്റ്റമറിലേക്ക് എത്തുന്ന വരെയുള്ള എല്ലാ പ്രോസസ്സും. ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇതൊരു എല്ലാവരും ഒരു ചങ്ങല പോലെ കണക്റ്റഡ് ആയിട്ട് ഇന്ന് വർക്ക് പോവുകയാണ്. ആ ഒരു ചെയിൻ വർക്കാണ്. ടുഗദർ റെഡ്യൂസ് ഓവറോൾ കോസ്റ്റ്. അങ്ങനെ എല്ലാവരും കൂടി അത് ചെയ്യുമ്പം അതിനൊരു ഓവറോൾ കോസ്റ്റ് അവിടെ കുറയുക, അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, സർവീസ് ഡെലിവറി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുക. അപ്പോൾ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ പ്രധാനമായിട്ട് ഒരു ടീം അപ്രോച്ചാണ് വേണ്ടത്. കാരണം അതിലെല്ലാ കാര്യങ്ങളും വരുന്നതാണ് സപ്ലൈ ചെയിൻ. മാർക്കറ്റിംഗ് വരും, പർച്ചേസിങ് വരും, ഓപ്പറേഷൻ വരും, എഞ്ചിനീയറിംഗ്, ഓൾ വർക്കിംഗ് ടുഗദർ. എല്ലാറ്റിൻ്റെയും കൂടി ഒരു കൂട്ടായ എഫേർട്ടാണ്. അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും, മോർ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ആയിരിക്കും. കാരണം ഈ ഒരു ചെയിനിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നു എന്നാണ് പറയുന്നത്. ഇനി അതിൽ തന്നെ ഇതിൽ ഈ സപ്ലൈ ചെയിൻ ഇതിൽ ഏറ്റവും നല്ല രീതിയിൽ വർക്കൗട്ട് ആയത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ടൂളും കൂടിയിട്ട് കൊളാബറേറ്റ് ചെയ്തു പ്ലാനിങ്ങിലും ഷെഡ്യൂളിങ്ങിലും ഒക്കെ. അപ്പോൾ ടെക്നോളജീസിലൂടെ നമുക്കതെല്ലാം കൃത്യമായിട്ട് സപ്ലൈ ചെയിനെ സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ എക്സിക്യൂഷനും ഡിസൈൻ കൊളാബറേഷനും ഒക്കെ നമുക്ക് അവിടെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നു. നല്ലൊരു ബെസ്റ്റർ ആയിട്ടുള്ള റെസ്പോൺസും ഫാസ്റ്റർ ആയിട്ടുള്ള ചേഞ്ചിങ് മാർക്കറ്റിംഗ് നീഡ്സിനൊക്കെ അറിയാൻ പറ്റി എന്നുള്ളതാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ. അതും കൂടി കഴിഞ്ഞപ്പോൾ പിന്നെ വന്നതാണ് എൻവയോൺമെന്റൽ ഇഷ്യൂസ്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് പോകുമ്പോൾ പ്രകൃതിക്ക് ഹാനികരമായി മാറാൻ തുടങ്ങിയപ്പം പിന്നെ ഫോക്കസ് കൊടുത്തത് എന്താ, പ്രകൃതിയെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ നാശം വരുത്താത്ത രീതിയിലുള്ള ഒരു പ്രൊഡക്ഷൻ പാറ്റേൺ വേണം. അപ്പോൾ അത് വേസ്റ്റേജ് അവിടെ പരമാവധി റെഡ്യൂസ് ചെയ്യാൻ പറ്റണം. ഏതെങ്കിലും ഒരു സാധനം നമ്മൾ ഉപയോഗിച്ച് അത് കളയുന്ന സമയത്ത് അത് വേസ്റ്റ് ആയിട്ട് അങ്ങനെ മാറി ബാക്കിയുള്ള ഭൂമിക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആ വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ വേസ്റ്റാക്കി കളയുന്നതിന് രണ്ടാമത് പുനരുപയോഗത്തിന് റീസൈക്കിൾ ചെയ്യാൻ പറ്റണമെങ്കിലും, പിന്നെ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് രണ്ടാമത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതിൻ്റെ പാർട്ടുകളൊക്കെ. അപ്പോൾ സൊസൈറ്റിയിൽ അത് ഭയങ്കര ഒരു ഇതാണ് കൊണ്ടുവന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു വന്നപ്പം പ്രകൃതിക്ക് ഒരുപാട് ദോഷമായി മാറിയപ്പം നമ്മുടെ വെള്ളത്തിനെ, അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി, വായുവിൻ്റെ ക്വാളിറ്റി, വേസ്റ്റ് ഡിസ്പോസൽ, ഗ്ലോബൽ ആഗോള താപനം, അങ്ങനെ ഒത്തിരി എൻവയോൺമെന്റൽ ഇഷ്യൂസിനെയൊക്കെ കണ്ടപ്പം അതിനെയൊക്കെ റെഡ്യൂസ് ചെയ്യുന്ന മാർഗങ്ങളിലേക്കാണ് പിന്നെ ഫോക്കസ് വന്നത്. അപ്പോൾ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഇത്രയും പ്രാധാന്യം കൊടുത്താൽ. സോ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കുറച്ച് സ്റ്റാൻഡേർഡുകൾ ടേം അതിനാണ് ISO.
ISO 14000 ഡെവലപ്പ് ചെയ്തത് ഈ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. ഓരോ കമ്പനിക്കും ഒരു സ്റ്റാൻഡേർഡ് അവിടെ കൃത്യമായിട്ട് അവർ പാലിക്കേണ്ട ഗൈഡ് ലൈൻസ്, അവരുടെ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുകൾ, ഇങ്ങനെ കമ്പനി ഡോക്യുമെന്റേഷൻ നടത്തണം എന്നുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നാണ് ഈ ISO എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ അത് പ്രകാരം മാത്രമേ ആ കമ്പനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അവിടെ പറയുന്നത്. 10ാമത്തെയാണ് ഇലക്ട്രിക് ആയിട്ടുള്ള കൊമേഴ്സ് വന്നത്. ഇലക്ട്രോണിക് കൊമേഴ്സ് അല്ലെങ്കിൽ കൊമേഴ്സ് ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് എല്ലാ ബിസിനസ് ആക്ടിവിറ്റിയും കണ്ടക്ട് ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, ബിസിനസ് ട്രാൻസാക്ഷൻ ആയിക്കോട്ടെ, ഡാറ്റ ട്രാൻസ്ഫർ ആയിക്കോട്ടെ, എല്ലാം അതിലൂടെ ചെയ്യാം. അപ്പോൾ ഒത്തിരി കമ്പനീസിന് ഒരുപാട് കസ്റ്റമറിലേക്ക് വളരെ സ്പീഡായിട്ട്, അതുപോലെ ഇൻഫിനിറ്റ് ആയിട്ട്, അനന്തമായിട്ട് തന്നെ എത്തിച്ചേരാൻ സാധിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് കൊമേഴ്സിലൂടെ നമുക്ക് പലതരത്തിലുള്ള ബിസിനസ്, B2B ബിസിനസ്സുകൾ, കൊമേഴ്സ് ആൻഡ് മേക്സ് ദ ഹയസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ട്രാൻസാക്ഷൻ തന്നെ ഇപ്പോൾ എല്ലാം കൊമേഴ്സിലൂടെ നടക്കുന്നത്. അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ടുള്ള B2B എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് കമ്പനി ആൻഡ് സപ്ലയറും ജനറൽ ഇലക്ട്രിക് ട്രേഡിംഗ് പ്രോസസ് നെറ്റ്വർക്കിലൂടെയാണ് ഇതിൽ നടക്കുന്നത്. അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ടുള്ളതാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. കൊമേഴ്സ് നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത് തന്നെയാണ് ബിസിനസ് ടു കസ്റ്റമർ ആണ്. അപ്പോൾ B2C, അതിനെയാണ് B2C. നമ്മളെല്ലാം ഇപ്പോൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്ന ഒരു കാലമാണ് അല്ലേ. സോ ഇത് തന്നെയാണ് B2C എന്ന് പറയുന്നത്, ബിസിനസ് ടു കസ്റ്റമർ എന്ന് പറയുന്നത്. അതെല്ലാം ഓൺലൈൻ റീറ്റെയിലേഴ്സ്, ആമസോൺ, അതുപോലെ ഫ്ലിപ്കാർട്ട്, അങ്ങനെയെല്ലാം കൊമേഴ്സ് ഒക്കെ അതിലാണ് വരുന്നത്. അവിടെ കസ്റ്റമേഴ്സും അറിയപ്പെടുന്ന കമ്പനികളും നമ്മൾ എക്സ്ചേഞ്ച് C2C, അതായത് കൺസ്യൂമർ ഓപ്ഷൻ സൈറ്റുകളൊക്കെ ഉണ്ട്. കൊമേഴ്സ് ഈസ് ക്രിയേറ്റിംഗ് വെർച്വൽ മാർക്കറ്റ് പ്ലേസ് ദാറ്റ് കണ്ടിന്യൂ എ ചേഞ്ച് വേ ബിസിനസ് ഫങ്ഷൻസ്. അപ്പോൾ പുതിയതായിട്ട് ഇത്തരത്തിലുള്ള ഓൺലൈൻ മാർക്കറ്റുകളിലൂടെ ബൈയിങ്ങും സെല്ലിങ്ങും ഒക്കെ നടക്കുന്നതിലൂടെ ഇത് ഇന്ന് ഓപ്പറേഷൻ മാനേജ്മെന്റ് എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ആയി എന്നുള്ളതാണ് പറയുന്നത്. സോ ഓപ്പറേഷൻ മാനേജ്മെന്റ് തുടക്കകാലം എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് പറയാൻ പറ്റും. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നു, സയന്റിഫിക് മാനേജ്മെന്റ് വന്നു, ഹ്യൂമൻ റിലേഷൻ മൂവ്മെന്റ് വന്നു, മാനേജ്മെന്റ് സയൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് വന്നു, ജസ്റ്റ് ഇൻ ടൈമിലേക്ക് വന്നു, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റിലേക്ക് വന്നിട്ടുണ്ട്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റിലേക്ക് എത്തി, എൻവയോൺമെന്റൽ ഇഷ്യൂസിനെ ഫോക്കസ് ചെയ്തു, ആൻഡ് ലാസ്റ്റ് ഇലക്ട്രോണിക് കൊമേഴ്സ്, ദാറ്റ് ഈസ് കൊമേഴ്സിലേക്ക് വരെ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അതിൻ്റെ ഇവല്യൂഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.